So now let's start our subject compiler design. Okay, so ആദ്യമേ തന്നെ നമുക്ക് കമ്പൈലർ എന്താണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കമ്പൈലേഴ്സ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. സോ കമ്പൈലർ ഈസ് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. നമുക്കറിയാം എന്താണ് ഈ ട്രാൻസ്ലേറ്റർ. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലാംഗ്വേജിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു ഇതിനെ, അതായത് നമ്മുടെ പ്രോഗ്രാം ആവാം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആവാം, അതിനെ നമ്മൾ വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്, അസംബ്ലി ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. അങ്ങനെ 3 ലെവൽസ് ഓഫ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇതിലെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. ഓക്കെ, സോ അപ്പം വാട്ട് എവർ ലാംഗ്വേജ് വി ആർ യൂസിങ് ഫോർ റൈറ്റിംഗ് ദ പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസ്, what we have to do is we have to convert that into machine language. Then only computer can process the data or instructions. Okay, so അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ യൂസ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഇനി പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള 2 എണ്ണമാണ് കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും. ഓക്കെ, കമ്പൈലറും ഉണ്ട് ഇൻ്റർപ്രറ്ററും ഉണ്ട്. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം. ഓക്കെ, എന്താണ് ചെയ്യുന്നത്? കൺവേർട്ടിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലെവൽ ഓർ ലോ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം. ഇതാണ് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസം? കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിൽ, കമ്പൈലർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാമിനെ ഒരേ അടിക്ക് കൺവേർട്ട് ചെയ്ത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റുന്നു. അതേസമയം ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർഷൻ നടത്തുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കമ്പൈലേഴ്സിനെ കുറിച്ചാണ്. സോ ഇപ്പം നമുക്കിങ്ങനെ ഒരു കമ്പൈലർ ഉണ്ട് എങ്കിൽ, കമ്പൈലർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ ഈ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും സോഴ്സ് പ്രോഗ്രാം ആയിരിക്കും. ഈ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഈ കമ്പൈലറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ടാർഗറ്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. So whatever program which we are giving into the compiler is known as the source program, and the output from the compiler is known as the target program. Target program എപ്പോഴും എന്തായിരിക്കും? മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആയിട്ടായിരിക്കും വരിക. സോ സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ആക്ട് ആസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഇനി ഇതോടൊപ്പം തന്നെ ഇത് കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഔട്ട്പുട്ട് ഉണ്ട്, അതാണ് എറർ മെസ്സേജസ്. അതായത് നമ്മൾ സോഴ്സ് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത സോഴ്സ് പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ എറേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കമ്പൈലറാണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ടാർഗറ്റ് പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ്, ആൻഡ് ഓൾസോ ഇറ്റ് മേ പ്രൊഡ്യൂസ് എറർ മെസ്സേജസ് ബേസ്ഡ് ഓൺ അവർ ഇൻപുട്ട് സോഴ്സ് പ്രോഗ്രാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് കമ്പൈലറിൻ്റെ ഒരു ഓവറോൾ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. ഇനി കമ്പൈലേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ പാസ് കമ്പൈലർ ഉണ്ട്, മൾട്ടി പാസ് കമ്പൈലർ ഉണ്ട്, ലോഡ് ആൻഡ് ഗോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ഓഫ് കമ്പൈലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് അടുത്തടുത്ത മോഡ്യൂൾസിൽ വരും നമുക്ക്. അപ്പോൾ അത് ആ സമയത്ത് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് മനസ്സിലാക്കുക. ഇനി ഇതിലെങ്ങനെയാണ് കമ്പൈലർ ഈ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. സോ അതിന് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അനാലിസിസ് ഓഫ് ദി സോഴ്സ് പ്രോഗ്രാം. Whatever input program we are giving, the compiler will analyze the source program. Okay, ഈ അനാലിസിസ് എന്ന് പറയുന്നത് 3 phases ആയിട്ടാണ് നടത്തുന്നത്. There are 3 phases for the analysis of the source program. First one is linear analysis. Second one is syntax analysis. And third one is semantic analysis. ഇങ്ങനെ 3 type of
അനാലിസിസ് ആണ് സോഴ്സ് പ്രോഗ്രാമിൽ കമ്പൈലർ പെർഫോം ചെയ്യുന്നത്. ഇതിൽ ലീനിയർ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് അതിനെ ടോക്കൺസ് ആയിട്ട് കമ്പൈൻ ചെയ്യുക. സോ ആഫ്റ്റർ linear analysis the compiler will generate tokens. Tokens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ സോഴ്സ് പ്രോഗ്രാമിനകത്തുള്ള വാലിഡ് ആയിട്ടുള്ള എന്താണ് ഐഡൻറ്റിഫയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ആക്ച്വലി. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. സോ ലീനിയർ അനാലിസിസ് കഴിയുമ്പോൾ കമ്പൈലർ സോഴ്സ് പ്രോഗ്രാമിനെ ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അതിനുശേഷം ഈ ടോക്കൺസിനെ എല്ലാം കൂടെ കളക്റ്റീവ് ആക്കിയിട്ട് കളക്റ്റീവ് സ്ട്രക്ചർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ടോക്കൺ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ വരാം, കീവേഡ് വരാം, ഓപ്പറേറ്റേഴ്സ് വരാം. ഇതെല്ലാം ടോക്കൺസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ടോക്കൺസിന് പലതിനും പല സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ കീവേഡ് നമ്മൾ ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഫോർ എന്ന് പറയുന്നത് ലൂപ്പിംഗ് സ്ട്രക്ചർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനൊരു കറസ്പോണ്ടിങ് സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്, അതായത് ഫോർ എന്നുള്ള കീവേഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആ കളക്റ്റീവ് സ്ട്രക്ചർ എടുക്കും. ആ സ്ട്രക്ചർ നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഈ സിൻടാക്സ് അനാലിസിസിൽ ചെയ്യുന്നത്. ദെൻ സിമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടൈപ്പ് കാസ്റ്റിങ്, ടൈപ്പ് ചെക്കിങ് ഒക്കെ നടക്കുന്നതാണ് ഇവിടെ സിമാൻറ്റിക് അനാലിസിസിൽ വരുന്നത്. അതായത് നമ്മളിപ്പം സോഴ്സ് പ്രോഗ്രാമിനകത്ത് നമ്മൾ രണ്ട് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും ഒരേ ടൈപ്പാണോ, അല്ലെങ്കിൽ രണ്ടിനും ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള ടൈപ്പാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അഥവാ എന്തെങ്കിലും കാസ്റ്റിംഗ് ആവശ്യമുണ്ടോ, ഓക്കെ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് കൺവേർഷൻ, ടൈപ്പ് കൺവേർഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കലി ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ചെയ്യും. അതല്ല എങ്കിൽ അത് എറർ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിമാൻറ്റിക് അനാലിസിസിൽ നടക്കുന്നത്. അപ്പോൾ കമ്പൈലർ സോഴ്സ് പ്രോഗ്രാമിൻ്റെ അനാലിസിസ് നടത്തുന്നത് 3 ഫേസസ് ആയിട്ടാണ്: ലീനിയർ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്. ഇങ്ങനെ 3 ടൈപ്പ് അനാലിസിസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് സോഴ്സ് പ്രോഗ്രാമിനകത്ത് നമ്മളൊരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ equal to initial plus rate into 60. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഈ ഒരു അസൈൻമെൻറ്റ് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള ആ അസൈൻമെൻറ്റിൻ്റെ ഇത് എക്സ്പ്രഷൻ ആണ്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ഐഡൻറ്റിഫയറിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ. അപ്പോൾ ഇത് കമ്പൈലർ മനസ്സിലാക്കണം. അതാണ് ഈ 3 ഫേസസിൽ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ലെക്സിക്കൽ അനാലിസിസ് ഫേസ് നടക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഓരോരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യും. കമ്പൈലർ വിൽ റീഡ് ലെഫ്റ്റ് ടു റൈറ്റ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ. അപ്പോൾ പി കിട്ടി, ഒ കിട്ടി, SITION. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്നുകിൽ ഇവിടെ സ്പേസ് വരും, അല്ലെങ്കിൽ ഇതൊരു ഓപ്പറേറ്ററായി മാറും. ഓക്കെ, അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും ഈ ഇത്രയും ഇതിന് മുമ്പ് കിട്ടിയ ഇത്രയും ഇതിനെ കമ്പൈലർ ഒരു ടോക്കൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ ഇത് പൊസിഷൻ എന്നുള്ളത് ഒരു ടോക്കൺ ആയിട്ട് കമ്പൈലർ ഐഡൻറ്റിഫൈ ചെയ്യും. ആ ടോക്കൺ കീവേഡ് ആണോ എന്നുള്ളതൊക്കെ അതിന് ഓൾറെഡി അതിൻ്റെ ഡിക്ഷണറി നോക്കുമ്പോഴത്തേനും അറിയാൻ പറ്റും. കീവേഡ് ആണെങ്കിൽ അതിൻ്റെ കീവേഡ് ടേബിൾ കാണും. ആ ടേബിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കീവേഡ് ആണെങ്കിൽ അതിൽ നിന്ന് അറിയും. അതല്ല എങ്കിൽ അതിനെ ഐഡൻറ്റിഫയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ അപ്പോൾ ഇവിടെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പൊസിഷൻ ഐഡൻറ്റിഫയർ.
ഐഡൻറ്റിഫയർ പൊസിഷൻ എന്നുള്ളത് കമ്പൈലർ മനസ്സിലാക്കും. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത് ഇവിടെ വന്നപ്പോൾ ഇതെന്താണ്, കോളനും ഈക്വലും ചേർന്ന് വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സോ അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ആ ഓപ്പറേറ്റർ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ അതുപോലെ അടുത്ത് സ്കാൻ ചെയ്ത് വരുന്ന സമയത്ത് ഇനിഷ്യൽ കണ്ടു. ഇനിഷ്യൽ കണ്ടപ്പോൾ ഇവിടെ സ്പേസ് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്പറേറ്റർ വരുമ്പോൾ അത് ടോക്കൺ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യും. സ്പേസസിനെ എല്ലാം റിമൂവ് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത്, ബാക്കിയുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത് വന്നത് ഇനിഷ്യലാണ്. ഇനിഷ്യൽ കീവേഡ് ഒന്നും അല്ലാത്തത് കാരണം അത് ഐഡൻറ്റിഫയർ ആയിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യും. ആ ഐഡൻറ്റിഫയർ ആണ് ഇനിഷ്യൽ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരു പ്ലസ് കണ്ടു. അപ്പോൾ അതിനറിയാം പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്. സോ ഓപ്പറേറ്റർ പ്ലസ്. ദെൻ അഗെയിൻ അടുത്ത് റീഡ് ചെയ്ത് വന്നപ്പോൾ റേറ്റ് കണ്ടു. റേറ്റ് ഐഡൻറ്റിഫയർ ആണെന്ന് മനസ്സിലായി. സോ ഐഡൻറ്റിഫയർ റേറ്റ്. ദെൻ അടുത്ത് വരുന്നത് സ്റ്റാർ ആണ്, അതായത് ഓസ്ട്രിക് സൈൻ ആണ്. അതും എന്ത് തന്നെയാണ്, ഓപ്പറേറ്റർ ആണ്. സോ ഓപ്പറേറ്റർ സ്റ്റാർ. അഗെയിൻ അടുത്ത് കണ്ടതെന്ന് പറയുന്നത് 60 ആണ് കണ്ടത്. സോ 60 എന്ന് പറയുന്നത് നമ്പർ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. നമ്പർ ഓർ കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ് പ്രോഗ്രാം കൊടുത്തു കഴിയുമ്പം ലെക്സിക്കൽ അനാലിസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, അതിൽ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻടാക്സ് അനാലിസിസിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഔട്ട്പുട്ടാണ് സിൻടാക്സ് അനാലിസിസിലേക്ക് പോകുന്നത്. സിൻടാക്സ് അനാലിസിസിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടോക്കൺസിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെ ടോക്കൺസിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു പാഴ്സ് ട്രീ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഒരു ട്രീ സ്ട്രക്ചറാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ആ ട്രീ സ്ട്രക്ചറിനെ നമ്മൾ പാഴ്സ് ട്രീ എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അനുസരിച്ച്, ഓക്കെ, നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ അനുസരിച്ച് ഇവിടെ റൂട്ടായിട്ട് എടുക്കുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും, ഈക്വൽ ടു സൈൻ. ഓക്കെ, സോ അപ്പോൾ അത് റൂട്ടായിട്ട് വെച്ചുകൊണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സോ ലെഫ്റ്റ് സബ് ട്രീ വരും, റൈറ്റ് സബ് ട്രീ വരും. ലെഫ്റ്റ് സബ് ട്രീയിൽ നമുക്കറിയാം ഇവിടെ എന്താണ് വരുന്നത്, പൊസിഷൻ. എപ്പോഴും അസൈൻമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ ഐഡൻറ്റിഫയർ. ആ ഐഡൻറ്റിഫയർ ഏതാണ്, അതിൻ്റെ പേരാണ് പൊസിഷൻ എന്നുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് ആയി. അടുത്ത റൈറ്റ് സബ് ട്രീയിൽ വരുന്ന സമയത്ത് ഇതൊരു എക്സ്പ്രഷൻ ആണ്. ആസ് എ ഹോൾ ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ. സോ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ആണ് വരുന്നത്. ആ എക്സ്പ്രഷൻ അകത്ത് തന്നെ നമുക്കിവിടെ പ്ലസ് വരുന്നുണ്ട്, സ്റ്റാർ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ റേറ്റ് ഇൻറ്റു 60 ഇത് ഒരു എക്സ്പ്രഷൻ വരും. ഇത് ഇനിഷ്യൽ അടുത്ത് പ്ലസിൻ്റെ ലെഫ്റ്റ് സൈഡ് വരും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇവിടെ പ്ലസ് ആക്കി മാറ്റുന്നു. പ്ലസ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരുന്നത് ഇനിഷ്യലാണ്, ഇനിഷ്യൽ ഐഡൻറ്റിഫയർ ആണ്. സോ ഐഡൻറ്റിഫയർ ഇനിഷ്യൽ. ദെൻ റൈറ്റ് സബ് ട്രീയിൽ വരുമ്പോഴത്തേനും ഇവിടെ വീണ്ടും ഒരു സ്റ്റാർ, അതായത് ഇതൊരു വീണ്ടും ഒരു എക്സ്പ്രഷൻ ആണ് വരുന്നത്. ആ എക്സ്പ്രഷനിൽ സ്റ്റാർ ആണ് റൂട്ടായിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഇവിടെ ഒരു ഐഡൻറ്റിഫയർ ആണ് വരുന്നത്. ആ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് റേറ്റ് ആണ്. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നത് 60 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു ട്രീ സ്ട്രക്ചർ ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് സിൻടാക്സ് അനാലിസിസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിമാൻറ്റിക് അനാലിസിസ് ആണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. സിമാൻറ്റിക് അനാലിസിസ്. സിമാൻറ്റിക് അനാലിസിസിൽ ഈ പാഴ്സ് ട്രീ എടുത്തിട്ട്, പാഴ്സ് ട്രീ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത പാഴ്സ് ട്രീ, ആ പാഴ്സ് ട്രീയിൽ ഈ നമ്പർ കൺവേർഷൻ, അതായത് ടൈപ്പ് ചെക്കിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഓക്കെ ചിലപ്പോൾ അങ്ങനെ വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. അതായത് ഈ 60 നമുക്ക് ഇൻറ്റിജറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല എന്താണ് ഫ്ലോട്ടായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം.
അല്ലേ? അപ്പോൾ ചില കേസസിൽ നമ്മളിപ്പോൾ റേറ്റ് ഒക്കെ എഴുതുമ്പോഴത്തേനും നമ്മളത് ഒരു റിയൽ നമ്പർ ആയിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ നമ്പർ ആയിട്ടാണ് നമ്മൾ റേറ്റിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ 60 നമ്മൾ റിയൽ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ കേസിൽ നമ്മുടെ പാഴ്സ് ട്രീ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യും. അതാണ് ഈ സിമാൻറ്റിക് അനാലിസിസിൽ ചെയ്യാൻ പോകുന്നത്. സോ സിമാൻറ്റിക് അനാലിസിസിൽ നമുക്കറിയാം റൂട്ട് അസൈൻമെൻറ്റ് ആണ്. ദെൻ അഗെയിൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പൊസിഷൻ എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ ആണ്. റൈറ്റ് സൈഡിൽ പ്ലസ് ഉണ്ട്, പ്ലസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇനിഷ്യൽ ഉണ്ട്. ഇത് നമ്മുടെ ഓൾറെഡി ഉള്ള പാഴ്സ് ട്രീ തന്നെയാണ്. ഇവിടെ സ്റ്റാർ വരുന്നുണ്ട്, ഇവിടെ റേറ്റ് വരുന്നുണ്ട്, ഇവിടെയാണ് നമുക്ക് 60 വരുന്നത്. അപ്പോൾ ഈ 60യെ കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ ചെറിയൊരു ടൈപ്പ് കൺവേർഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. ഇൻറ്റു ടു റിയൽ എന്ന് പറഞ്ഞ ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള പാഴ്സ് ട്രീയിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി ഫോർ ടൈപ്പ് കാസ്റ്റിംഗ്. അതാണ് ഈ സിമാൻറ്റിക് അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അനാലിസിസ്, സോഴ്സ് പ്രോഗ്രാം അനാലിസിസിൽ കമ്പൈലർ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സോ അത് 3 phases ആയിട്ടാണ് ചെയ്യുന്നത്: ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ വരുന്നത് ഫോർ ലെഫ്റ്റ് ബ്രാക്കറ്റ് i ഈക്വൽ ടു 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്, ഇവിടെ നമുക്ക് കേർലി ബ്രേസസ് വരുന്നുണ്ട്, അതിൻ്റെ ക്ലോസിങ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ പാഴ്സ് ട്രീ വരയ്ക്കാൻ പറ്റും. റൂട്ട് ഇന്ന റൂട്ട് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ഈക്വൽ ടു വരുമ്പോഴത്തേനും ഈക്വൽ ആയിരിക്കും റൂട്ടായിട്ട് വരുന്നത്, കാരണം അതിന് ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും വരുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 4 നമ്മൾ റൂട്ടായിട്ട് എടുക്കുവാണെങ്കിൽ ഇതിന് റൈറ്റ് സബ് ട്രീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റൈറ്റ് സബ് ട്രീയിൽ നടുവിൽ വരേണ്ടത് കണ്ടീഷനാണ്. അപ്പോൾ ഇതിനെ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ഇൻക്രിമെൻറ്റേഷൻ, ഇങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അപ്പം ഇവിടെ നമ്മൾ നടുവിൽ കണ്ടീഷനായിട്ട് എടുക്കുന്നു. ലെഫ്റ്റിൽ വരേണ്ടത് ഇനീഷ്യലൈസേഷൻ ആണ്, റൈറ്റിൽ വരേണ്ടത് ഇൻക്രിമെൻറ്റേഷൻ ആണ്. ഈ ഒരു രീതിയിൽ എടുക്കുന്നു. ദെൻ ഈ ഇനിഷ്യലൈസേഷന് വീണ്ടും ലെഫ്റ്റിലായിട്ട് ലെഫ്റ്റ് പരാന്തസിസ് വരണം. അതുപോലെ ഇൻക്രിമെൻറ്റേഷൻ കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ട് റൈറ്റ് പരാന്തസിസ് വരണം. അപ്പോൾ ഈ ഇനിഷ്യലൈസേഷനുള്ളിൽ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വരണം. ആ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിൽ വരേണ്ടത് ഒരു ഐഡൻറ്റിഫയർ ആയിരിക്കും, റൈറ്റിൽ വരേണ്ടത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇത് ഇവിടെ റൂട്ടാവുന്നു. വീണ്ടും നമ്മൾ ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്യുമ്പോഴത്തേനും ഈ ഐഡൻറ്റിഫയറിൻ്റെ ലെഫ്റ്റിലായിരിക്കും നമുക്ക് ഈ ലെഫ്റ്റ് പരാന്തസിസ് വരേണ്ടത്. സോ കോൺസ്റ്റൻ്റ് ഇവിടെ വരുന്നുണ്ട്. ദെൻ ഇൻക്രിമെൻറ്റേഷൻ്റെ കേസ് വരുമ്പോഴത്തേനും അതുപോലെ വരുന്നുണ്ട്. അതുപോലെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ കണ്ടീഷനിൽ നടുവിൽ എന്താണ് ലെസ് ദാൻ വരുന്നുണ്ട്. ദെൻ ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിഫയർ ആണ്. റൈറ്റ് സൈഡിൽ വരേണ്ടത് ഒരു കോൺസ്റ്റൻ്റ് ആവാം, എക്സ്പ്രഷൻ ആവാം, ഒരു വേരിയബിൾ ആവാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ വേരിയബിൾ തന്നെയാണ്, അത് തന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം ഇവിടെ കണ്ടീഷൻ ഫോം ചെയ്യേണ്ടത്. അടുത്ത ഇൻക്രിമെൻറ്റേഷൻ വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് വരാം, മൈനസ് മൈനസ് വരാം, ഇൻക്രിമെൻറ്റേഷനോ ഡിക്രിമെൻറ്റേഷനോ ഏത് വേണേലും വരാം. അത് തന്നെ നമ്മൾ പല രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ചിലർ കൊടുക്കുന്നത് i ഈക്വൽ ടു i+1 എന്നായിരിക്കും, i++ എന്ന് തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ അത് ഏത് രീതിയിലാണോ വരുന്നത് ആ രീതിയിലായിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നതനുസരിച്ച് പ്ലസ് പ്ലസ് ആണ്. ആ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് സഫിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഐഡൻറ്റിഫയർ കഴിഞ്ഞ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്ലസ് പ്ലസ് വരുന്നു. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എന്താണ് ക്ലോസിങ് ബ്രാക്കറ്റ് വരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ നമ്മൾ പാഴ്സ് ട്രീ കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിൻടാക്സ് കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.